ഹായ് പ്രിയരെ, നമ്മുടെ പലരുടെയും തൊടുവിലൊക്കെ ധാരാളം കൂവയുണ്ടാകും. എന്നാൽ ഇതിൻ്റെ പ്രോസസ്സിംഗ് എങ്ങനെയാണെന്ന് അറിയാത്തവർ നമുക്കിടയിൽ പലരുമുണ്ട്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകരിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ ദീർഘസമയത്തെ പ്രക്രിയകളിലൂടെ മാത്രം പൂർത്തിയാക്കാൻ കഴിയുന്ന ഈ പ്രോസസ്സിംഗ് മെത്തേഡിൻ്റെ വീഡിയോ ലെങ്ത് കൂടിയാൽ പ്രേക്ഷകർക്ക് അരോചകമാകുമെന്ന് കരുതി അപ്രസക്തമെന്ന് തോന്നുന്ന പല വിഷ്വൽസും ഞാൻ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ജനുവരി, ഫെബ്രുവരി മാസങ്ങളാണ് സാധാരണ നിലയിൽ കൂവ പറിക്കുന്ന സീസൺ. ശുദ്ധമായ കൂവപ്പൊടിക്ക് വിപണിയിൽ എക്കാലത്തും നല്ല ഡിമാൻഡാണ്. മൂത്രാശയ, ആമാശയ, ഉഷ്ണസംബന്ധമായ പല രോഗങ്ങൾക്കും നമ്മുടെ മുൻഗാമികൾ കൈക്കൊണ്ട് ഫലം അനുഭവിച്ചിരുന്ന ഒരു സിദ്ധ ഔഷധമാണ് കൂവപ്പൊടി. ചിലതരം രോഗങ്ങൾക്ക് കൂവക്കുറുക്ക് ധാരാളമായി കൊടുക്കാൻ ആയുർവേദ ഡോക്ടർമാർക്ക് പുറമെ അലോപ്പതി ഡോക്ടർമാരും നിർദ്ദേശിക്കാറുണ്ട്. തേങ്ങ, മധുരം, ഉപ്പ് തുടങ്ങിയ പല ചേരുവകളും ചേർത്തും അല്ലാതെയും തിളപ്പിച്ച് പാനീയമായും കുറുക്കായും മറ്റുമൊക്കെ ഇത് ഉപയോഗിക്കാം. ഇതൊരു ഹെൽത്തി എനർജി ഫുഡ് കൂടിയായതിനാൽ അതിഥികൾ വരുമ്പോഴും പ്രത്യേകിച്ച് നോമ്പുകാലത്ത് സുഹൂറിൻ്റെയും ഇഫ്താറിൻ്റെയും ഒക്കെ സമയത്തും ഉപയോഗിക്കാൻ അത്യുത്തമമാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ. കിഴങ്ങിൽ നിന്നും കൂവയുടെ ഇലയും തണ്ടുമെല്ലാം സ്വാഭാവിക നിലയിൽ ഉണങ്ങി വേർപിരിഞ്ഞ ശേഷം പറിച്ചെടുത്ത് ഉപയോഗിച്ചെങ്കിലേ കൂവക്കിഴങ്ങിൽ പൊടിയുണ്ടാവുകയുള്ളൂ. ഇങ്ങനെ പറിച്ചെടുക്കുന്ന കിഴങ്ങുകളിൽ നിന്നും തള്ളകളും വലിയ വിത്തുകളുമാണ് നമ്മൾ ശേഖരിക്കേണ്ടത്. കിഴങ്ങ് പറിച്ചെടുക്കുന്ന ഈ കുഴികളിലും അതിനടുത്തായി മറ്റ് കുഴികൾ ഉണ്ടാക്കിയും അതിൽ ചെറിയ വിത്തുകൾ പാകി മണ്ണിട്ട് മൂടിയെങ്കിൽ മാത്രമാണ് അടുത്ത സീസണിൽ പറിക്കാൻ നമുക്ക് കൂവയുണ്ടാവുകയുള്ളൂ. കൂവ ഗ്രേറ്റ് ചെയ്യുന്നതിനായി മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ പല വീടുകളിലും കൂവക്കോല്, കൂവപ്പലക തുടങ്ങിയ ചിലതരം ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇക്കാലത്ത് അതൊന്നും ആർക്കും ആശ്രയിക്കേണ്ടി വരുന്നില്ല. കുറച്ച് മാത്രമാണുള്ളതെങ്കിൽ ചിലരൊക്കെ മിക്സിയിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാറാണ് പതിവ്. പല റൈസ് മില്ലുകളിലും ഇതിനുള്ള സൗകര്യം ലഭ്യമായതിനാൽ ഈ സൗകര്യം ഉപയോഗപ്പെടുത്താനാണ് ഞാനും ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പറിച്ചെടുത്ത കൂവക്കിഴങ്ങുകൾ ഒരാഴ്ചക്ക് ശേഷം മാത്രം അതിലെ വേരുകൾ ഇതുപോലെ മുറിച്ച് കളയുകയും മണ്ണും അഴുക്കുമെല്ലാം മുഴുവനായി പോയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുന്നത് വരെ ധാരാളം തവണ ശുദ്ധജലത്തിൽ നന്നായി കഴുകിയെടുക്കുകയും വേണം. പിന്നീട് ഇങ്ങനെ ചെറു കഷ്ണങ്ങളാക്കിയെടുക്കണം. ഈ കഷ്ണങ്ങളാക്കിയ ശേഷമാണ് മില്ലിലേക്ക് അരക്കാൻ കൊണ്ടുപോകുന്നത്. നീല, മഞ്ഞ, വെള്ള തുടങ്ങിയ പല കളറുകളിലും കൂവകൾ ലഭ്യമാണെങ്കിലും അവയെല്ലാം ഭക്ഷ്യയോഗ്യവുമാണ്. മഞ്ഞ, നീല കൂവകളാണ് ഈ കാണുന്നത്. കൂവക്കിഴങ്ങുകളോടൊപ്പം പറിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കായ്കളാണ് ഈ കാണുന്നത്. ഇതിലും വലുത് നോക്കി കൂവയോടൊപ്പം നമ്മൾ അരക്കണം. ഇതും ഭക്ഷ്യയോഗ്യമാണ്. റൈസ് മില്ലിൽ നിന്നും അരച്ചു കൊടുന്ന കൂവക്കിഴങ്ങാണ് ഇത്. ഇതിൽ ധാരാളം വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്യണം. വായ്വ്യാസം കൂടുതലുള്ള പാത്രങ്ങൾക്ക് മുകളിൽ തോർത്തുമുണ്ട് പോലുള്ള ഏതെങ്കിലും വസ്ത്രങ്ങൾ 2 ലെയറായി അരിപ്പ കെട്ടിയ ശേഷം ഈ അരച്ചു വെച്ച കൂവ വെള്ളത്തോടെ ഈ അരിപ്പയിലേക്ക് കോരിയിട്ട് മുറുക്കി പിഴിഞ്ഞെടുക്കണം. ഇങ്ങനെ പിഴിഞ്ഞെടുത്ത ചണ്ടിയിലേക്ക് വീണ്ടും ധാരാളം വെള്ളമൊഴിച്ച് ഇതേ പ്രക്രിയ 2ഉം 3ഉം തവണ തുടരണം. മൂന്നാമത്തെ തവണ പിഴിഞ്ഞ് ചാറെടുക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ദൃശ്യങ്ങളിൽ ഈ കാണുന്നത്. ഇങ്ങനെ 3 പ്രാവശ്യവും ധാരാളം വെള്ളം ഉപയോഗിച്ച് ചണ്ടി പിഴിഞ്ഞെടുത്ത് ഇതിലെ ചാറ് മുഴുവനായി പോന്നു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് ഈ ചണ്ടി നമ്മൾ ഉപേക്ഷിക്കേണ്ടത്. കൂവയുടെ ക്വാണ്ടിറ്റിക്കനുസരിച്ച് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ എണ്ണവും വലുപ്പവുമൊക്കെ മാറ്റേണ്ടി വരും. ഇങ്ങനെ പിഴിഞ്ഞെടുത്ത കൂവച്ചാറ് 1-ാം പിഴിച്ചിലെന്നോ 2-ാം പിഴിച്ചിലെന്നോ വേർതിരിക്കാതെ പരസ്പരം കൂട്ടിക്കലർത്തി അനക്കം തട്ടാതെ ഏകദേശം 3 മണിക്കൂറെങ്കിലും റെസ്റ്റിനായി മാറ്റി വെച്ചതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ സമയം കൊണ്ട് ഇതിലെ പൊടി വെള്ളത്തിനടിയിലേക്ക് ഊറിയിട്ടുണ്ടാവും. ഇനി ഈ വെള്ളത്തിൻ്റെ 90% നമ്മൾ പുറത്തേക്ക് ഒഴുക്കിക്കളയണം. ബാക്കി വരുന്ന വെള്ളം കൊണ്ട് ഇതിൽ ഊറിയ പൊടിക്ക് മുകളിൽ കാണുന്ന മട്ട് ചുഴറ്റിയെടുത്ത് മറ്റൊരു വലിയ പാത്രത്തിലേക്ക് വേറെ സംഭരിക്കണം.
ഇങ്ങനെ ഓരോ പാത്രങ്ങളിലെയും വെള്ളം ഒഴിവാക്കുകയും മട്ട് ചുഴറ്റിക്കളഞ്ഞ് അത് സംഭരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിക്കുകയും വേണം. ഊറിയ പൊടിക്ക് മുകളിലേക്ക് വീണ്ടും വെള്ളം നിറച്ച് ആ വെള്ളത്തിൽ ഇതിൽ ഊറിയ പൊടി ഇളക്കി നന്നായി കലർത്തി വീണ്ടും ഏകദേശം 3 മണിക്കൂറോളം റെസ്റ്റിനായി വെച്ച് ആദ്യം ചെയ്തതുപോലെ ഈ പ്രക്രിയ 5-6 വട്ടം തുടർച്ചയായി ചെയ്യണം. മട്ട് സംഭരിക്കുന്ന പാത്രത്തിലും ഈ പ്രക്രിയകൾ ചെയ്യാൻ മറക്കരുത്. ഓരോ പ്രാവശ്യവും വെള്ളമൂറ്റിക്കളയുമ്പോൾ പാത്രങ്ങളുടെ എണ്ണം ചുരുക്കി 6-ാമത്തെ പ്രാവശ്യത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഈ എല്ലാ പാത്രങ്ങളിലുമുള്ളത് ഒരു പാത്രത്തിലേക്ക് മാത്രമാക്കി ചുരുക്കാം. ഈ പറഞ്ഞ രീതിയിലൊക്കെ 3 മണിക്കൂർ ഇടവിട്ട് തെളിവെള്ളം ഊറ്റിക്കളയുകയും മട്ട് ചുഴറ്റിയെടുത്ത് മാറ്റുകയും ചെയ്ത ശേഷം 6-ാമത്തെ പ്രാവശ്യം കാണുന്ന ദൃശ്യങ്ങളാണിത്. ഇതിൽ നല്ല തെളിഞ്ഞ വെള്ളവും അതിനടിയിലായി വെളുത്ത നിറത്തിലുള്ള ശുദ്ധമായ കൂവപ്പൊടി ഊറിക്കിടക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട്. വളരെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടി മേൽപ്പറഞ്ഞ മെത്തേഡുകളൊക്കെ സ്വീകരിച്ചത് കൊണ്ടാണ് ഇത്രയും നല്ല നിലയിൽ ഈ കൂവപ്പൊടി നമുക്ക് സംഭരിക്കാൻ കഴിഞ്ഞത്. 6-ാമത്തെ പ്രാവശ്യത്തെ വെള്ളം മുഴുവനായി ഊറ്റിക്കളഞ്ഞ് ആ പൊടിയിലെ നനവുകളൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടി ഊറിയ പൊടി ഇളക്കിയെടുത്ത് ഇതുപോലെ അടിപരപ്പുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഉണക്കാനായി വെക്കണം. ഈ സമയത്ത് തവിയോ ടീസ്പൂണോ അതല്ലെങ്കിൽ ചട്ടുകമോ മറ്റോ ഉപയോഗിച്ച് ഇതിലെ ഈ കട്ടകളൊക്കെ പൊടിച്ച് ചേർക്കാൻ മറക്കരുത്. ഇങ്ങനെ എടുത്ത ഈ പൊടി പേപ്പർ പോലുള്ള ഏതെങ്കിലും ഒരു വസ്തു വിരിച്ച് അതിലേക്ക് കനം കുറച്ച് നമ്മൾ പരത്തി ഇട്ട് കൊടുക്കണം. ഇങ്ങനെ പരത്തിയിടുന്ന ഈ പൊടി ചുരുങ്ങിയത് ഒരു 4 ദിവസത്തെയെങ്കിലും ശക്തമായ വെയിലേറ്റ് ഇതിലുള്ള ജലാംശം പൂർണ്ണമായും നീങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ നമ്മൾ ഈ പൊടി സൂക്ഷിച്ചു വെക്കാൻ പാടുള്ളൂ. അല്ല എങ്കിൽ പെട്ടെന്ന് കേടാവാനുള്ള സാധ്യതയുണ്ട്. കൂവക്കിഴങ്ങ് പറിച്ചെടുക്കുന്നതോടൊപ്പം നമുക്ക് ലഭിക്കുന്ന ഒരു കായയെക്കുറിച്ച് മുമ്പ് ഞാൻ കാണിച്ചല്ലോ. ഈ കായക്ക് പലരും പല നാട്ടിലും വ്യത്യസ്തമായ പേരുകളിലാണ് അറിയപ്പെടുന്നത്. നിങ്ങളൊക്കെ ഇതിന് പറയുന്ന പേരെന്താണെന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ നന്നായിരുന്നു. കൂവപ്പൊടി എളുപ്പത്തിൽ ഊറിക്കിട്ടാനും വെള്ളം തെളിയാനും ഈ കായയുടെ സാന്നിധ്യം അത്യാവശ്യമാണെന്നാണ് പഴമക്കാർ പറയാറുള്ളത്. അതുകൊണ്ടാണ് ഇതിൽ വലുത് നോക്കി നമ്മൾ കൂവ അരക്കുന്നതിൽ കൂട്ടണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. കൂവയുടെ സംസ്കരണ വേളയിൽ എവിടെയും എണ്ണയുടെ നേരിയ സാന്നിധ്യം പോലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുണ്ടായാൽ ഈ പ്രക്രിയകളെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കൂവച്ചാറ് റെസ്റ്റിനായി മാറ്റി വെക്കുന്ന സമയം ദീർഘമായാൽ ഊറിയ പൊടി വെള്ളത്തിലേക്ക് തന്നെ തിരിച്ചു പൊങ്ങാനും റെസ്റ്റിനായി മാറ്റിവെക്കുന്ന സമയം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടി മുഴുവനായി ഊറാതിരിക്കാനും സാധ്യത കൂടുതലാണ്. കൂവക്കിഴങ്ങ് നമ്മൾ പറിച്ചെടുത്ത് ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ അരച്ചെടുക്കുന്ന പ്രക്രിയകളിലേക്ക് നീങ്ങാൻ പാടുള്ളൂ. പറിച്ച ഉടനെ അരച്ചാൽ പൊടി മുഴുവനായി ഊറുകയില്ല എന്നും ഇതുപോലെ നമ്മുടെ പഴമക്കാരൊക്കെ പറയുന്നതായി കേട്ടിട്ടുണ്ട്. ഉണക്കൽ പ്രക്രിയ മുഴുവനായതിനു ശേഷം ഇത് സൂക്ഷിച്ചു വെച്ചെങ്കിലാണ് നമുക്ക് കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇതിനിടയിൽ ഓരോ പ്രാവശ്യവും നമ്മൾ ഇതിലെ തരികളും കട്ടകളുമൊക്കെ പൊടിച്ച് ചേർക്കണം. എന്നിട്ടും ഉണക്ക് പൂർത്തിയായാൽ വീണ്ടും ഒന്ന് മിക്സിയിലിട്ട് ചെറുതായി ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നൈസ് പൊടിയായിട്ട് നമുക്ക് കിട്ടും. നമ്മളിത് 5-6 വട്ടം 3 മണിക്കൂർ ഇടവിട്ട് ഇതിൻ്റെ തെളി ഊറ്റുകയും അടിയിൽ ഊറിയിട്ടുള്ള പൊടി മാറ്റി മറ്റ് പാത്രങ്ങൾ വെള്ളത്തിലേക്ക് ഇടുകയും ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഇതിൻ്റെ മട്ട് വേറൊരു പാത്രത്തിലേക്ക് സംഭരിച്ചിട്ടുണ്ടല്ലോ, ആ മട്ടും തന്നെ നമുക്ക് ഈ പ്രക്രിയകൾക്കൊക്കെ വിധേയമാക്കണം. അതൊരു 2ാം നമ്പർ പൊടിയായി നമുക്ക് ഉപയോഗിക്കാം, ഭക്ഷ്യയോഗ്യമാണ്. അങ്ങനെ ഓരോ പ്രാവശ്യവും മട്ടൊക്കെ എടുത്ത് കളഞ്ഞതുകൊണ്ടാണ് ഈ പൊടി ഇത്ര നന്നായി കിട്ടിയത്.
ഇതുപോലെ ശുദ്ധമായ നല്ല ഗുണനിലവാരമുള്ള പൊടിക്കാണ് വിപണികളിൽ എന്നും നല്ല ഡിമാൻഡുള്ളത്. 4 ദിവസത്തോളം ശക്തിയേറിയ വെയിൽ ഇതിൻ്റെ മുകളിൽ ഏൽക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഈ പൊടി ഉണക്കം കഴിയുമ്പോൾ വെയിൽ ചുവയേൽക്കാനുള്ള സാധ്യതയുണ്ട്. ഈ വെയിൽ ചുവയുണ്ടാവാനുള്ള സാധ്യത കുറക്കുന്നതിനായി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു നേരിയ വസ്ത്രം മൂടിക്കൊടുക്കാം. വെയിലിന് കാര്യമായ തടസ്സം ഇല്ലാത്ത തരത്തിലും ഈർപ്പം പോകുന്നതിന് പ്രയാസമാവാത്ത രീതിയിലുമുള്ള ഒരു വസ്ത്രമായിരിക്കണം ഇതിൻ്റെ മേൽ നമ്മൾ വിരിച്ചു കൊടുക്കുന്നത്. ഇതുവരെയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രോസസ്സിംഗ് മെത്തേഡുകളും വളരെ വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷം കിട്ടിയിട്ടുള്ള കൂവപ്പൊടിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. താങ്ക് യു ഫോർ വീഡിയോ വാച്ചിങ്.